എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി കോളിഫ്ലവർ മഞ്ചൂരിയൻ ആണ്. ഗോബി മഞ്ചൂരിയൻ എൻ്റെ ഫേവററ്റ് ആണ്. പല രീതിയിൽ ഞാൻ ഈ മഞ്ചൂരിയൻ ഇവിടെ ഉണ്ടാക്കും. ഇതിനു മുമ്പ് ഞാനൊരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെയാണ്. ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കോളിഫ്ലവർ നമുക്ക് ക്ലീൻ ചെയ്യാം. ഇനി ഒരു പാനിൽ നിറച്ച് വെള്ളം എടുക്കുക, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നീട് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് ഈ മീഡിയം ഫ്ലെയിമിൽ ഇതിനെ വേവിക്കാൻ വേണ്ടി വയ്ക്കുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ അത്യാവശ്യം ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ കോളിഫ്ലവർ ഫ്ലോററ്റ്സൊക്കെ നല്ലോണം ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാരിനേഷനാണ്. മാരിനേഷൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. അതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മൈദ, ഉപ്പ് എന്നിവ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസി ആക്കി മാറ്റുക. പിന്നീട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1/2 ടീസ്പൂൺ സോയ സോസും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ലംസ് ഒന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ ബാറ്ററിലേക്ക് നമ്മൾ മാറ്റി വെച്ച കോളിഫ്ലവർ ഫ്ലോററ്റ്സ് 2 ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്യുക. കുറച്ച് സമയമെടുത്ത് തന്നെ മിക്സ് ചെയ്യണം. പിന്നീട് ഏകദേശം 4 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്ത് നല്ലോണം ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ച് പിടിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സ്ട്രിങ് ലൈക്ക് കൺസിസ്റ്റൻസി ആവണം. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് നിർത്താം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പാടില്ല. ഒരു 1/2 അവർ ഇത് മാറ്റി വെക്കണം. ഈ മാരിനേറ്റ് ചെയ്ത കോളിഫ്ലവർ ഫ്ലോററ്റ്സ് അരമണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കുക. പിന്നീട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം ഹോട്ട് ആവുമ്പോൾ ഈ കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ഓരോന്നോരോന്നായി ഇട്ട് പതുക്കെ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ മാറ്റി വയ്ക്കാം. ഈ സ്റ്റെപ്പിൽ കുറച്ച് സമയമെടുത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിലേക്കൊക്കെ നല്ലോണം വേവും. ഇനി ഇതേ ഓയിൽ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് ഈ ഓൾറെഡി ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ഒരു സെക്കൻഡ് റൗണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അത് ക്വിക്കായിട്ടുള്ള ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നേരിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഒരു 1 മിനിറ്റിൽ കുറവേ സമയം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ സമയമിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണോണ്ടാണ് അത്യാവശ്യം ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത്യാവശ്യം നല്ലോണം ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഗാർലിക്കും പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 8 ഗാർലിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം സോട്ട് ചെയ്യാം, ബ്രൗൺ ആവുന്ന വരെ, അതിൻ്റെ പച്ചമണം മാറുന്ന വരെ. ഈ ഒരു സ്റ്റെപ്പ് തൊട്ട് ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. പെട്ടെന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു കുഞ്ഞി സബോള നല്ലോണം ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. അതുപോലെ തന്നെ സെലറി 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ക്യാപ്സിക്കം നല്ലോണം ചോപ്പ് ചെയ്താണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം സോട്ട് ചെയ്യാൻ. ഇപ്പം ക്രഞ്ചി ആയിട്ടിരിക്കണം വെജിറ്റബിൾസ്, അതാണ് ഒരു ഐഡിയ. നല്ലോണം സോട്ടാക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ചിങ്സിൻ്റെ റെഡ് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചുള്ളൂ കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഹോട്ട് ആൻഡ് സ്വീറ്റ് ചില്ലി സോസാണ് ഉപയോഗിക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചെന്നേ ഉള്ളൂ, 1 ടേബിൾ സ്പൂൺ തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഈ സോസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ, മാക്സിമം 3 മിനിറ്റ് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലെയിം വെക്കരുത്, ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ത്രൂ ഔട്ട്. ആ ഒണിയൻ തൊട്ട് ഈ സ്റ്റേജ് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പെട്ടെന്നാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അടിപൊളി ക്രിസ്പി ഗോബി മഞ്ചൂരിയൻ ആണ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് ബൈ.